എൻ്റെ പൊന്നേട്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു വെറൈറ്റി പരിപാടിയാണ്. സോ ഹലോ ഗൈസ്, ഹൗ ആർ യു, വെൽക്കം. സോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞാൽ ഇന്ന് 29-ാം തീയതി ഉബൈദിക്ക എന്ന യൂട്യൂബ് ചാനലിൽ ട്രോൾ വന്നു. ഓക്കെ, സോ ഈ ട്രോളിന് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമത്തെ ഒരു വീഡിയോ റീല് കണ്ടു തന്നെയാണ്. സോ എനിക്ക് ഭയങ്കര നെഗറ്റീവായി തോന്നി. കാരണം ഇതേപോലത്തെ മൃഗങ്ങൾക്ക് എന്താണല്ലോ ഗൈസ്, അവർക്കത് സാധനമാണോന്ന് അറിയത്തില്ല. അവരത് ബിസ്ക്കറ്റാണ്, ഭക്ഷണമാണ്, അവരോട് പോയി കടിക്കും. പക്ഷേ ഇത് ചെയ്യുന്ന ഈ മരമണ്ടന്മാർക്ക് ഇത്രയും വല്ല ബുദ്ധിയുണ്ടോ? ആ 4 ജന്തുക്കൾക്കും ആ ഒരു പട്ടിന് അത്ര പോലും ബുദ്ധി എനിക്ക് പറയാമല്ലോ. ഓക്കെ, സോ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് പോകുന്ന ട്രോൾ എനിക്ക് ഭയങ്കര ഇതിൽ സങ്കടമായി. ഓക്കെ, കാരണം ഉബൈദിക്കാൻ അറിയാത്ത ഒരാളുണ്ട് അറിയത്തില്ല. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ഉബൈദ് ഇബ്രാഹിം എന്ന ചാനൽ. ഓക്കെ, സോ ഏകദേശം തോന്നുന്നു 1 മില്യന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ ആ ഒരു ചാനലാണ് വന്നത് ഈ ഒരു ട്രോൾ. ഓക്കെ, സോ ഇങ്ങനത്തെ ട്രോൾ വന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി ഇതായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് വന്നാൽ പിന്നെ അങ്ങോട്ട് മൊത്തം ട്രെൻഡിങ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇനി ഒരുപാട് പേരെണ്ണം മൃഗങ്ങളായിട്ട് പട്ടിയാവും, പൂച്ചയും, പാമ്പും. സോ മൃഗങ്ങൾക്ക് എന്താ ഇത് അവൻ്റെ ആസാനാണെന്ന് അവർക്കറിയത്തില്ല. അവർക്കത് ഭക്ഷണമാണ്. സോ ഭക്ഷണം പോയി അവർ കടിക്കും. സോ കടിക്കുന്നവൻ്റെ ജീവിതം ഇല്ലാതാവും. ഓക്കെ, സോ അതിനെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഇങ്ങനത്തെ ട്രോൾസിനെ ഇറക്കാതെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, സോ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ലൈക്ക് ഇല്ലാത്ത സമയത്ത് അവരും പോകും. പക്ഷേ ഈ ഒരു എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു റീലിന് ഏകദേശം 7 ലക്ഷത്തിൽ കൂടുതൽ ലൈക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആലോചിക്കണം, ഒരുത്തന്നെ ജീവിതം കളിച്ചിട്ട് കിട്ടിയതാണ് 7 ലക്ഷത്തിൽ കൂടുതൽ ലൈക്ക്. ഓക്കെ, സോ ഇങ്ങനെ ലൈക്ക് കിട്ടുന്ന സമയത്ത് ഓൾറെഡി ഇങ്ങനത്തെ വീഡിയോസ് റീച്ച് ആയ സമയത്ത് ഓൾറെഡി ഇങ്ങനത്തെ ട്രോൾ വരും. ട്രോൾ വന്നാൽ വീണ്ടും അവർക്ക് ലൈക്ക് കൊടുക്കും, വീണ്ടും ഒരുപാട് പേർക്ക് പ്രചോദനം കിട്ടും, ഇൻസ്പിറേഷൻ കിട്ടും. സോ വീണ്ടും ഒരുപാട് പേര് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ മൃഗങ്ങളാണ് മനുഷ്യത്രയും ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ 4 കടലിൽ ബുദ്ധി ഉണ്ടാകും മൃഗത്തിൻ്റെ വേറെ കാര്യം. സോ മൃഗങ്ങളാണ്. സോ അവർക്ക് അറിയത്തില്ല. അവർ ഇതേപോലത്തെ വീഡിയോസ് ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അപകടം ഉണ്ടാകാൻ ചാൻസ് 90% കൂടുതലാണ്. ഓക്കെ, സോ എനിക്ക് പറയാലോ ഇബ്രാഹിം പോലത്തെ കേരളത്തിലെ ട്രോളന്മാരുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിലുള്ള ഇങ്ങനത്തെ കുറച്ച് വെളിവില്ലാത്ത റീൽസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും പറയത്തില്ല. സോ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസെങ്കിലും ട്രോൾ ചെയ്യാവുന്നൂടെ? എത്ര വീഡിയോസ് ഉണ്ട് ഫണ്ണായിട്ടുള്ള വീഡിയോസ്. സോ ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ട്രോളായാലും സംബന്ധമുണ്ട്. സോ ഇത്തരത്തിലുള്ള വീഡിയോസ് മാക്സിമം ട്രോൾ ആതൊക്കെ. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോ ആണ്. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇത്തരത്തിലുള്ള വീഡിയോസ്, ഈ ഒരു പട്ടി അടിക്കുന്ന വീഡിയോസ്, സോ ഇതൊക്കെ ഭയങ്കര എനിക്ക് മനസ്സിലാവില്ല. ഇൻസ്റ്റാഗ്രാമിൽ വല്ല വയലൻസിൻ്റെ സംഭവം അങ്ങനെ ഉണ്ടോ എനിക്ക് അറിയത്തില്ല. സോ യൂട്യൂബിലൊക്കെയാണെങ്കിൽ എപ്പോഴോ കമ്മ്യൂണിറ്റി കയ്യിൽ സ്ട്രൈക്ക് തന്നെ പോയിക്കുന്നത് വീഡിയോസ്. സോ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ട്രോളന്മാർ എനിക്ക് പറയാല്ലേ, ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മേ ബി ഇതൊരു ട്രെൻഡായി മാറും, ഉറപ്പാണ്. കാരണം ട്രോളന്മാർ സപ്പോർട്ട് ചെയ്താൽ ട്രെൻഡായി മാറും. സോ ട്രെൻഡായി മാറിക്കാൻ എല്ലാവരും ഇതുപോലെ ചെയ്യും. എല്ലാവരും ചെയ്ത് കാരണം മൃഗങ്ങളെ വെച്ചുള്ള പരിപാടി മക്കളെ പണി പാടും. ഓക്കെ, സോ അറിഞ്ഞുകൊണ്ട് എന്തിനാ അവന്മാർക്കേ ബുദ്ധിയില്ല, നമ്മളെന്തിനാ അറിഞ്ഞുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യണേ? പിന്നെ എൻ്റെ കാര്യത്തിൽ എതിർപ്പുള്ളവരായിരിക്കും, എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വിയോജിപ്പുള്ളവരായിരിക്കും. സോ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.